എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും A+ വിന്നേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്യുന്നത് +2 ബിസിനസ് സ്റ്റഡീസിലെ 2-ാം അധ്യായത്തിലെ ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് 4 ഇന്നലെ നമ്മൾ പഠിച്ചു. ഇത് നമ്മൾ ടെക്നിക്സ് ആണ് പഠിക്കുന്നത്. ഇത് രണ്ടും പ്രഥമ ദൃഷ്ട്യാ നമുക്ക് ഏതാണ് തിരിച്ചറിയാൻ കഴിയില്ല. വ്യക്തമായ വായനയോടുകൂടി അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് ഇടയാകും. ഉറപ്പായിട്ടും ചോദ്യങ്ങളുള്ള ഒരു പാസേജാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. വീഡിയോയിലേക്ക്. FW ടൈലറിൻ്റെ സജഷനാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ടൈലർ സജസ്റ്റഡ് ദ ഫോളോയിങ് ടെക്നിക്സ്. താഴെ പറയുന്ന ടെക്നിക്കുകൾ ടൈലർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ഫങ്ഷണൽ ഫോമാൻഷിപ്പാണ്. ഫങ്ഷണൽ ഫോമാൻഷിപ്പ്. FW ടൈലർ സജസ്റ്റഡ് ദാറ്റ് സ്പെഷ്യലൈസേഷൻ ഷുഡ് ബി ഇൻട്രൊഡ്യൂസ് ഇൻ ദ ഫാക്ടറി. സ്പെഷ്യലൈസേഷൻ ഉണ്ടാകണം, അല്ലാതെ ചുമ്മാതെ ചെയ്താൽ പറ്റത്തില്ല. ആ സ്ഥിരം ചെയ്യുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, മറിച്ച് സ്പെഷ്യലൈസേഷൻ ഉണ്ടാക്കണം. ഹി അഡ്വക്കേറ്റഡ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഫോർ ദിസ് പേർപ്പസ്. അതിനുവേണ്ടി അദ്ദേഹം പറഞ്ഞു ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഉണ്ടാക്കണം. അവരവർ ചെയ്യുന്ന ഫങ്ഷനെ ആശ്രയിച്ച്, പ്രവർത്തനങ്ങളെ ആശ്രയിച്ച് അവരെ നിയന്ത്രിക്കാനുള്ളൊരു ക്രമീകരണമുണ്ട്. അണ്ടർ ദിസ് സിസ്റ്റം പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻസ് ആർ സെപ്പറേറ്റഡ് ഫോർ ഈച്ച് അതർ. ഓരോരുത്തർക്ക് അവരവരുടെ ഫങ്ഷൻ്റേതായ ചുമതല കൊടുത്തു. നോക്കി ഇനി എന്തൊക്കെയാണെന്ന്. അതിനാണ് ആ ചാർട്ട് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഫാക്ടറി മാനേജർ അദ്ദേഹമാണ് എല്ലാം നിയന്ത്രിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ 2 കാര്യങ്ങളെ കൈകാര്യം ചെയ്തു. ഒന്ന് പ്ലാനിങ് ഇൻചാർജ്, അയാളാണ് എല്ലാ കാര്യവും പ്ലാൻ ചെയ്യുന്നത്. 2 പ്രൊഡക്ഷൻ ഇൻചാർജ്, അയാളാണ് പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. ഈ ഡയഗ്രാം പോലെ തന്നെ വരയ്ക്കാനായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച വർഷങ്ങളുണ്ട്. അത് 4 മാർക്കിന് ചോദ്യമായിട്ട് ചോദിച്ച വർഷങ്ങളുണ്ട്. അതുകൊണ്ട് കൃത്യമായി ഇത് പഠിക്കുക. ഫാക്ടറി മാനേജർ അവിടുന്ന് 2 പ്ലാനിങ് ഇൻചാർജ്, പ്രൊഡക്ഷൻ ഇൻചാർജ്. ഇനി പ്ലാനിങ്ങിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കി. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, റുട്ടീൻ ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനറിയൻ ക്ലർക്ക്. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, റുട്ടീൻ ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനറിയൻ ക്ലർക്ക്. പ്രൊഡക്ഷൻ നോക്കി. ഗാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ, സ്പീഡ് ബോസ്. 4 അവിടെയും, ഇവിടെയും 4, അവിടെയും 4. ഇതെല്ലാം ചെയ്യുന്ന ആരാണ്? വർക്കേഴ്സാണ് ചെയ്യുന്നത്. ഇവരെല്ലാം ഹെഡാണ്. ഈ പറയുന്ന 8 പേരും ഹെഡാണ്. അവരാണ് ഇത് അവരവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി പരിശോധിച്ച് റെഡിയാക്കുക. എന്നാൽ താഴെ വർക്കേഴ്സാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ 8 പേരെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ചെയ്ത് പഠിക്കാനായിട്ടുണ്ട്. അപ്പം നിങ്ങൾ പറഞ്ഞു പ്ലാനിങ് ഓർ ഓഫീസ് ലെവൽ എന്ന് പറഞ്ഞു. പ്ലാനിങ് അല്ലെങ്കിൽ ഓഫീസ് ഹെഡ്, അയാളുടെ കീഴിൽ 4 പേരാണുള്ളത്. ആ 4 പേരാരൊക്കെയാണ് നോക്കാം. ആ സൂപ്പർവൈസേഴ്സ് ആരൊക്കെയാണ് നോക്കാം. ഇൻസ്ട്രക്ഷൻ ക്ലർക്ക് ടു ലേ ഡൗൺ ദ എക്സാക്ട് മെത്തേഡ് ഓഫ് ഡൂയിങ് വർക്ക്. എങ്ങനെ, ഏത് മെത്തേഡ് ഉപയോഗിച്ച് ഈ കാര്യം ചെയ്യണം, ഏത് മെത്തേഡാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്കാണ്. അടുത്തത് റൂട്ട് ക്ലർക്ക് ടു ലേ ഡൗൺ ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഡയറക്ട് ദ വർക്കേഴ്സ് ടു ഫോളോ ദ സെയിം. എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഇൻസ്ട്രക്ഷൻ ക്ലർക്കാണെങ്കിൽ അടുത്ത റൂട്ട് ക്ലർക്ക് തീരുമാനിക്കുന്നത് ആദ്യം ഏത് ചെയ്യണം, രണ്ടാമത് ഏത് ചെയ്യണം, മൂന്നാമത് ഏത് ചെയ്യണം, നാലാമത് ഏത് ചെയ്യണം, ഇത് ഏതൊക്കെ സമയത്ത് ചെയ്യണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് റൂട്ട് ക്ലർക്കാണ്. The sequence of operations and direct the workers to follow the same. Sequence ഒന്ന് ചെയ്ത് കഴിഞ്ഞ് അടുത്ത ഏത് ചെയ്യണമെന്നുള്ളത്. അടുത്ത ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ടു ലേ ഡൗൺ ദ ടൈം ടേബിൾ ഫോർ ഡൂയിങ് വേരിയസ് ജോബ്സ് ആൻഡ് ടു മെയിൻറ്റെയിൻ ദ കോസ്റ്റ് ഓഫ് ദ വർക്ക്. എത്ര സമയം എടുക്കുന്നു, അതിനനുസരിച്ച് ഓരോ ജോലിക്ക് എത്ര സമയം കൊണ്ട് ജോലി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഈ ടൈം ക്ലർക്ക്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കോസ്റ്റ് ക്ലർക്കും ഉണ്ട്. ഒരു ജോലി ചെയ്യാൻ എത്ര രൂപ ചിലവാകും, ഇത് കൃത്യമായിരിക്കും. ടു ലേ ഡൗൺ ദ ടൈം ടേബിൾ ഫോർ ഡൂയിങ് വേരിയസ് ജോബ്സ് ആൻഡ് ടു മെയിൻറ്റെയിൻ ദ കോസ്റ്റ് ഓഫ് ദ വർക്ക്. അടുത്ത് നോക്കിയേ. ഡിസിപ്ലിനറിയൻ ടു എൻഫോഴ്സ് റൂൾസ് ആൻഡ് റെഗുലേഷൻ, മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ എമംഗ് ദ വർക്കേഴ്സ്. പ്ലാനിംഗ് ഓഫീസറിനകത്തെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ജോലി. അത് ചെയ്യുന്ന ഡിസിപ്ലിനറിയനുമാണ്. 4 കാര്യങ്ങളാണ് ഉള്ളത്. ഇനി നമുക്ക് പ്രൊഡക്ഷൻ ഓർ ഷോപ്പ് ലെവലിലേക്ക് നോക്കാം. അതായത് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നേരെ ഓപ്പോസിറ്റാണ് പ്രൊഡക്ഷൻ. അവിടെ ഒന്ന് സ്പീഡ് ബോസ് ടു ഡിറ്റർമിൻ ദ അപ്രോപ്രിയേറ്റ് സ്പീഡ് ടു റൺ ദ മെഷീൻ. എത്ര സ്പീഡിൽ ഇത് വർക്ക് ചെയ്യണം, എങ്ങനെ, ഏതൊക്കെ രീതിയിൽ ഒരു ദിവസം എത്ര പ്രൊഡക്ഷൻ നടത്തണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് സ്പീഡ് ബോസാണ്. 2 ഗാങ് ബോസ് ടു
ടു അസംബിൾ ആൻഡ് സെറ്റപ്പ് മെഷീൻസ് ആൻഡ് ടൂൾസ് ഫോർ എ പെർട്ടിക്കുലർ ജോബ്. നമുക്കറിയാമല്ലോ, നമ്മൾ ഇഷ്ടമുള്ളവർ ഒരു ഗ്യാങ്ങായി മാറുക എന്ന് നമ്മൾ പറയും. എന്ന് പറഞ്ഞതുപോലെ ഏതൊക്കെ മെഷീനെ ഒരുമിച്ചിരുത്തണം എന്ന് തീരുമാനിക്കുന്നത് ഗ്യാങ് ബോസ് ആണ്. ഏതൊക്കെ മെഷീനെ ഒരുമിച്ചിരുത്തണം അല്ലെങ്കിൽ ഏതൊക്കെ മെഷീനെ ഇരുത്തണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഗ്യാങ് ബോസ് ആണ്. റിപ്പയർ ബോസ് ടു റെസ്പോൺസിബിൾ ഫോർ കീപ്പിംഗ് ദ മെഷീൻ ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഇൻ വർക്കിംഗ് ഓർഡർ. എന്തെല്ലാം രീതിയിലുള്ള കംപ്ലൈൻറ്റ് വന്നാലും അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നോക്കി അതിനെ പരിശോധിക്കുന്നത് റിപ്പയർ ബോസിൻ്റെ ജോലിയാണ്. അടുത്തത് ഇൻസ്പെക്ടർ, ടു ചെക്ക് ദ ക്വാളിറ്റി ഓഫ് ദ വർക്ക് ഡൺ. നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ക്വാളിറ്റി പരിശോധിക്കുന്ന ഇൻസ്പെക്ടറുടെ ജോലിയാണ്. ഇൻസ്പെക്ടർ എല്ലാത്തിനും അത് ഇൻസ്പെക്ടർ നമ്മൾ പറയുന്നതുകൊണ്ട് കൺഫ്യൂഷൻ തോന്നും. എന്നാൽ ഓരോന്നിനും അതിൻ്റെ ആയിട്ടുണ്ട്. സ്പീഡ് ബോസ് സ്പീഡ് തീരുമാനിക്കുന്നു, ഗ്യാങ് ബോസ് ഏതെല്ലാം മെഷീൻ ഒരുമിച്ചിരിക്കണം തീരുമാനിക്കുന്നു, റിപ്പയർ ബോസ് എന്തെല്ലാം കംപ്ലയിൻസ് ഉണ്ടെന്ന് തീരുമാനിക്കുന്നു, ഇൻസ്പെക്ടർ ഇതിൻ്റെ ക്വാളിറ്റി പരിശോധിക്കുന്നു. ഒരു പ്രോഡക്റ്റ് ഉണ്ടായി, ആ പ്രോഡക്റ്റ് ഉദ്ദേശിച്ച ക്വാളിറ്റിയിലാണോ ഉണ്ടായെന്ന് നോക്കുന്നു. ഇനിയും അടുത്തത് സെക്കൻഡ് വൺ, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. Standardization involves setting up of standard in every phase of business operation. It includes use of standard tools and equipments, methods or line of product, working condition, etc. for maximum output. മാക്സിമം ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി ഏറ്റവും നല്ല ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുക, ഏറ്റവും നല്ല ലൈൻ ഓഫ് പ്രൊഡക്ഷൻ ഏത് രീതിയിൽ ചെയ്യണം തീരുമാനിക്കുക, വർക്കിംഗ് കണ്ടീഷൻസ് നല്ലതാക്കുക. എല്ലാത്തിനും ഒരു ഉദ്ദേശമേ ഉള്ളൂ, ഏറ്റവും നല്ല പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുക. സ്റ്റാൻഡർഡൈസേഷൻ വുഡ് ഹെൽപ്പ് ടു, സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുമ്പോൾ കുറേ സഹായങ്ങളുണ്ടാകുന്നു. എന്തൊക്കെയാണ്? ഒന്ന്, റെഡ്യൂസ് സ്പോയിലേജ് ആൻഡ് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ. സാധനങ്ങൾ നശിക്കുന്നതും നഷ്ടപ്പെടുത്തുന്നതും കുറയ്ക്കുന്നു. ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് വർക്ക്, ക്വാളിറ്റി കൂട്ടുന്നു, ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. 3, ഡിമിനിഷിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്, ചെലവ് കുറയ്ക്കുന്നു. 4, റെഡ്യൂസ് ഫറ്റീഗ് ഓഫ് വർക്കേഴ്സ്, ആളുകളുടെ വെറുതെ ഇരിക്കുന്ന പരിപാടികൾ കുറയ്ക്കുന്നു. സിംപ്ലിഫിക്കേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ ആണ് നമ്മൾ പഠിച്ചത് ആദ്യം. ഇത്രയും പഠിച്ചത് സ്റ്റാൻഡർഡൈസേഷൻ ആണ്. ഇനി നമ്മൾ പഠിക്കുന്നത് സിംപ്ലിഫിക്കേഷൻ. സിംപ്ലിഫിക്കേഷൻ മീൻസ് എലിമിനേഷൻ ഓഫ് superfluous size, varieties and dimensions. ആവശ്യമില്ലാത്ത എല്ലാം ഒഴിവാക്കുന്നു. ആവശ്യമില്ലാത്തതെല്ലാം ഒഴിവാക്കുന്നു. It is to eliminate unnecessary diversion of product and thereby reduce cost. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത എല്ലാം ഒഴിവായി കഴിയുമ്പം ഏറ്റവും നല്ലത് മാത്രം വരുന്നു. ഏറ്റവും നല്ലത് മാത്രം വരുന്നു. It eliminates unnecessary diversion of products and thereby reduce cost. ആവശ്യമില്ലാത്ത എല്ലാം ഒഴിവാക്കുമ്പോൾ കൃത്യമായുള്ളത് മാത്രം വരികയും കൃത്യമായുള്ള കോസ്റ്റ് അകത്തും ഉള്ളൂ. മെത്തേഡ് സ്റ്റഡി. ഒബ്ജക്റ്റീവ്സ് ഓഫ് മെത്തേഡ്, അത് മൂന്നാമത്തെയാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് മെത്തേഡ് സ്റ്റഡി ഈസ് ടു ഫൈൻഡ് ഔട്ട് വൺ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് എ ജോബ്. ഇറ്റ് ഹെൽപ്സ് എ ലോട്ട് ഇൻ ഹാൻഡ്ലിംഗ്, ട്രാൻസ്പോർട്ടിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ഗുഡ്സ്. ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യണം, അതിന് വേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെ, അതാണ് ഇവിടെ മെത്തേഡ് സ്റ്റഡിയിൽ പഠിക്കുന്നത്. എല്ലാം നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ് നടത്തുന്നത്. ദ എയിം ഓഫ് ദി സ്റ്റഡി ഈസ് ടു മാക്സിമൈസ് എഫിഷ്യൻസി ഇൻ ദ യൂസ് ഓഫ് മെറ്റീരിയൽസ്, മെഷീൻ ആൻഡ് അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ബൈ ഇംപ്രൂവിങ് വർക്ക് മെത്തേഡ്. ഏറ്റവും നല്ല മെത്തേഡ് അപ്ലൈ ചെയ്യുന്ന വഴിയായി ഏറ്റവും നല്ലതായി, ഏറ്റവും മിനിമമായി, ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ടൈലർ ഡിവൈസ് ദ കൺസെപ്റ്റ് ഓഫ് അസംബ്ലിംഗ് ലൈൻ ബൈ യൂസിങ് മെത്തേഡ്. പഴയ കാലത്തെ സിസ്റ്റങ്ങളെ മാറ്റിയിട്ട് ഏറ്റവും നല്ല മെത്തേഡ് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങി. അടുത്ത മോഷൻ സ്റ്റഡി. ഈ വാക്കുകളെല്ലാം തന്നെ അതിൻ്റെ അർത്ഥം നൽകുന്നുണ്ട്. മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അനങ്ങുക എന്നർത്ഥം, അല്ലെങ്കിൽ പ്രവർത്തനം എന്നർത്ഥം. മോഷൻ സ്റ്റഡി ഇൻവോൾവ്സ് ക്ലോസ് ഒബ്സർവേഷൻ ഓഫ് മൂവ്മെൻറ്റ്സ് ഓഫ് ദ വർക്കേഴ്സ് ആൻഡ് മെഷീൻസ് ടു പെർഫോം എ പെർട്ടിക്കുലർ ജോബ്. ഒരു മെഷീനും അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെയൊക്കെ എത്ര മൂവ്മെൻ്റ് ഉണ്ടായാൽ ഒരു കാര്യം പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നു.
അത് ഏറ്റവും കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു എലിമിനേറ്റ് വേസ്റ്റ്ഫുൾ മൂവ്മെൻറ്റ് ആൻഡ് ടു സെലക്ട് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡൂയിങ് എ ജോബ്. ഏറ്റവും കുറച്ച് ചെയ്യുമ്പം ഏറ്റവും പെട്ടെന്ന് ആ ജോലി തീരാനും ചിലവ് കുറയ്ക്കാനും സാധിക്കുന്നു. ടൈം സ്റ്റഡി, ഈ 4 ഒരുമിച്ച് ചേർത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. ടൈം സ്റ്റഡി, ഇറ്റ് ഈസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് എ പെർട്ടിക്കുലർ ജോബ്. ഒരു പർട്ടിക്കുലർ ജോബ് തീർക്കാൻ വേണ്ടി എത്ര സമയം വേണം, അതിന് ഫിക്സിങ് ഓഫ് സ്റ്റാൻഡേർഡ് ടൈം ഉണ്ടാവും. ഫിക്സിങ് സ്റ്റാൻഡേർഡ് ടൈം ഫോർ ഈച്ച് ജോബ്. Time measure devices are used for each element of work. The objective of time study is to determine the number of workers to be employed, frame suitable incentive scheme, and determine of labor cost. അപ്പം കൃത്യമായൊരു ടൈം സ്റ്റഡി, കൂടുതൽ സമയം, ഇപ്പം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ 1 മണിക്കൂർ വേണമെങ്കിൽ അതിൽ കൂടുതലെടുത്താൽ അത് നഷ്ടമാണ്. അതുകൊണ്ട് അതെങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കി, അതാണ് ടൈം സ്റ്റഡി. അടുത്തത് ഫറ്റീഗ് സ്റ്റഡി. കണ്ടിന്യൂസ് വർക്ക് കോസസ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഫറ്റീഗ്. സ്ഥിരമായ പ്രവർത്തനം ചെയ്യുമ്പോൾ ക്ഷീണമുണ്ടാകും. ഫറ്റീഗ് സ്റ്റഡി മെൻ്റലായും ഫിസിക്കലായും തളരും. ഫറ്റീഗ് സ്റ്റഡി ട്രൈസ് ടു ഐഡൻറ്റിഫൈ ദി എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് റിക്വയർഡ് ടു ഇൻ കംപ്ലീറ്റിംഗ് ദ വർക്ക്. ഇതിനിടയ്ക്ക് എത്ര ഇൻ്റർവെൽ കൊടുത്താൽ ഈ ആളുകളെ വീണ്ടും നമുക്ക് എനർജറ്റിക് ആക്കാൻ പറ്റും. റെസ്റ്റ്, പോസസ് ആൻഡ് ഇൻ്റർവെൽസ്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ റെസ്റ്റ്, പൂർണ്ണമായി നിർത്തുക. പോസസ് ചെറിയ നിർത്തൽ. ഇൻ്റർവെൽ ഒരു ഇടവേള. ഷുഡ് ബി സയൻറ്റിഫിക്കലി ഡിറ്റർമിൻഡ്. അത് സയൻറ്റിഫിക്കലായിട്ട് ഡിറ്റർമിൻ ചെയ്തു. അങ്ങനെ വരുമ്പം ആവശ്യമുള്ള വിശ്രമവും കൊടുത്തു. ഇപ്പം നമുക്കറിയാമല്ലോ, ഉച്ചയ്ക്ക് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാനായിട്ട് വിശ്രമിക്കാനായിട്ട് സമയം തരുന്നു, ഭക്ഷണം കഴിക്കാൻ സമയം തരുന്നു. സ്കൂളിലാണെങ്കിലുണ്ട്. അത് വെറുതെ വേസ്റ്റാക്കാനുള്ളതല്ല, വളരെ കൃത്യമായ ഒബ്സർവേഷൻ കൂടി തരുന്നതാണ്. ഇനിയും ഈ 4 കാര്യങ്ങളെ ചേർത്ത് വെച്ച് വർക്ക് സ്റ്റഡി എന്ന് പറഞ്ഞു. വർക്ക് സ്റ്റഡി ഈസ് ദ ടേം യൂസ് ടു എംബ്രേസ് ദ ടെക്നിക് ഓഫ് മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി ആൻഡ് ഫറ്റീഗ് സ്റ്റഡി. 4 കാര്യങ്ങളെയും കൂടെ ചേർത്ത് വെച്ചതിനാണ് വർക്ക് സ്റ്റഡി എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ വരും? ഏത് രീതിയിലുള്ള മെത്തേഡ് അപ്ലൈ ചെയ്യണം, ഏത് രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് വേണം, ഏത് രീതിയിലുള്ള എത്ര സമയമെടുക്കുന്നു, എത്ര വിശ്രമം വേണം. ഇത്രയും കാര്യങ്ങൾ ചേർന്നാലേ ഒരു വർക്ക് സ്റ്റഡി ആവുകയുള്ളൂ. ആൻഡ് ലാസ്റ്റ് 7ാമത്തത് ഡിഫറെൻറ്റ് പീസ് റേറ്റ് സിസ്റ്റം. ടൈലർ എപ്പോഴും അഡ്വക്കേറ്റ് ചെയ്തത് പീസ് റേറ്റ് സിസ്റ്റത്തെയാണ്. ടൈലർ സജസ്റ്റഡ് the use of differential piece rate system in order to motivate workers to produce the maximum quantity. മാക്സിമം പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ടൈലർ സജസ്റ്റ് ചെയ്തത് പീസ് റേറ്റ് സിസ്റ്റമാണ്. ഹി വാണ്ടഡ് ടു റിവാർഡ് എഫിഷ്യൻറ്റ് വർക്കേഴ്സ്. അണ്ടർ ദിസ് സിസ്റ്റം ഓഫ് വേജസ് പേയ്മെൻറ്റ് ടു പീസ് റേറ്റ്സ് ആർ ലേഡ് ഡൗൺ. 2 തരത്തിലുള്ള പീസ് റേറ്റ് സിസ്റ്റം ഉണ്ടാക്കുന്നതിനനുസരിച്ച് വേതനം കൊടുക്കുക എന്നർത്ഥം. പീസ് എന്ന് പറഞ്ഞാൽ എണ്ണത്തിനനുസരിച്ച് കൊടുക്കുക. എ ലോ പീസ് റേറ്റ് ഫോർ ദോസ് ഹു ആർ ബിലോ ദ സ്റ്റാൻഡേർഡ്. അവർ വെച്ചേക്കുന്ന സ്റ്റാൻഡേർഡിന് താഴെ പോകുന്നവർക്ക് ഒരു ലോ പീസ് റേറ്റ് സിസ്റ്റവും എ ഹൈ പീസ് റേറ്റ് സിസ്റ്റം ഫോർ ദോസ് ഹു ആർ അറ്റ് ഓർ അബവ് ദ സ്റ്റാൻഡേർഡ് ടാസ്ക്. സ്റ്റാൻഡേർഡ് ടാസ്കിന് മുകളിൽ നിൽക്കുന്ന ആളുകൾക്ക് ഹൈ പീസ് റേറ്റ് സിസ്റ്റവും. സ്റ്റാൻഡേർഡ് ടാസ്ക് സിസ്റ്റം ആഫ്റ്റർ ദ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി. സ്റ്റാൻഡേർഡ് ടാസ്ക് തീരുമാനിച്ചത് എത്ര സമയം വേണം, എത്ര മൂവ്മെൻറ്റ് വേണമെന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ് സ്റ്റാൻഡേർഡ് ടാസ്ക് റിസീവ്. ഇനി എന്താണ് ഒരു വളരെ എക്സാമ്പിളായിട്ട് പറയുന്നത്? സപ്പോസ് എ ഫെയർ ഡേയ്സ് വർക്ക് ഈസ് 10 യൂണിറ്റ്. ഒരു ദിവസം 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് 2 വർക്കേഴ്സ് എ ആൻഡ് ബി പ്രൊഡ്യൂസസ് 8 and 12 യൂണിറ്റ്സ് റെസ്പെക്റ്റീവ്ലി. ഒരാൾ 8 യൂണിറ്റും പ്രൊഡ്യൂസ് ചെയ്തു, ഒരാൾ 12 യൂണിറ്റും പ്രൊഡ്യൂസ് ചെയ്തു. ഇഫ് ദ 2 പീസ് റേറ്റ് സിസ്റ്റം ₹1 and 1.50, 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് 1.50 രൂപ വെച്ച് ഒരു സാധനത്തിന് കൊടുക്കും. 10 യൂണിറ്റിൽ താഴെ 9, 8 ഒക്കെ ആണെങ്കിൽ 1 രൂപ കൊടുക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എ വിൽ ഗെറ്റ് ₹8, 8 × 1. എന്നാൽ ബി ഗെറ്റ് ₹18, 12 × 1.5. 1.5 എന്താ നിങ്ങൾക്ക് മനസ്സിലായി? 10 യൂണിറ്റിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 1.5 രൂപ വെച്ചാവും. അപ്പോൾ സ്വാഭാവികമായും 8 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾ എങ്ങനെയും അധ്വാനിച്ച് 2 യൂണിറ്റ് കൂടെ പ്രൊഡ്യൂസ് ചെയ്യും. അത് സ്ഥാപനത്തിന് ലാഭം. അതാണ് ഇവിടെ നമ്മൾ പഠിക്കാനായിട്ട് പീസ് റേറ്റ് സിസ്റ്റത്തിനകത്ത്. ഇവിടെ എല്ലാം നിങ്ങൾ ഓർത്തെടുക്കേണ്ടത്
ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ്, സയൻറ്റിഫിക്കലിയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ പഠിക്കാനിടയായിട്ട് എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.